കോതമംഗലത്തെ ന്യൂ ബൈപ്പാസിൽ ഒരു ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനത്തിന് മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ നൽകി 1 മാസമായിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടിയില്ല. പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തേടണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും നടപ്പായിട്ടില്ല. മുനിസിപ്പൽ റോഡ് ഇല്ലാതാക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി ബൈപ്പാസ് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അതേസമയം റോഡിന്റെ മറുഭാഗത്തുള്ളവർ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കോതമംഗലത്ത് തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിനിടെയാണ് മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ലയൺസ് ക്ലബിന്റെ സമീപത്തുകൂടിയുള്ള റോഡ് ഇല്ലാതാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് സ്റ്റോപ്പ് മെമ്മോയ്ക്ക് കാരണമായത്. ഈ പ്രദേശത്തെ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ഇടപെടൽ. ബൈപ്പാസിന്റെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. സ്റ്റോപ്പ് മെമ്മോയിൽ പരാമർശിച്ചിട്ടുള്ള ഭാഗത്ത് പണികൾ നിലയ്ക്കുകയും ചെയ്തു. ബൈപ്പാസ് പൂർത്തിയാകണമെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ച് നിർമ്മാണം പുനരാരംഭിക്കാനുള്ള സാഹചര്യമുണ്ടാകണം. അതിനുള്ള ശ്രമമാണ് ഇതുവരെ ഉണ്ടാകാത്തത്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ മുനിസിപ്പൽ അധികൃതരുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഈ വിഷയം ഉയർന്നിരുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിന് നടപടിയെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷവും പൊതുമരാമത്ത് വകുപ്പ് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെടാൻ തയ്യാറായിട്ടില്ല. പരാതിക്കാരായ വീട്ടുകാർക്ക് വഴി സൗകര്യം ഉറപ്പാക്കാമെന്ന ഉറപ്പ് ലഭിക്കാതെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കില്ലെന്നാണ് മുനിസിപ്പൽ അധികൃതരുടെ നിലപാട്. അതിനിടെ ഈ ഭാഗത്ത് ബൈപ്പാസ് റോഡിന് കുറുകെ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി മറ്റൊരു കൂട്ടരും രംഗത്തു വന്നിട്ടുണ്ട്. ഇല്ലാതായ മുനിസിപ്പൽ റോഡിന്റെ ഇരുവശവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് മേൽപ്പാലം വേണമെന്നാണ് ആവശ്യം. മുനിസിപ്പൽ റോഡിന്റെ കാര്യത്തിൽ പരാതി നൽകിയ വീട്ടുകാരുടെ മറുഭാഗത്തുള്ളവരാണ് പാലം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. GTV ന്യൂസ്, കോതമംഗലം.